അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻ്റായ ഹനുമന്ത് റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇവിടുത്തെ മുഖ്യ ആഹാരം എന്ന് പറഞ്ഞാൽ മട്ടൻ പുലാവും ചിക്കൻ പുലാവുമാണ്. ഞങ്ങൾ അതറിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ രുചിച്ച് നോക്കാനൊക്കെ ആയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്ന വെച്ച് ഞങ്ങളുടെ റൂമിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ടായിരുന്നു, നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരു മട്ടൻ പുലാവിന് 300 രൂപയും ചിക്കൻ പുലാവിന് 200 രൂപയുമാണ് ഇവിടെ വരുന്നത്. ഞങ്ങളങ്ങനെ 4 പേരും ഇത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള പോലെയല്ല, എന്നാൽ വളരെ വ്യത്യസ്തയും എന്നാൽ എന്തോ ഒരു അത്ഭുതകരമായ ഒരു രുചി, ഒരു ഫീലിങ്സ് ആയിരുന്നു ഇത് കഴിച്ചപ്പോൾ ഉണ്ടായത്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു റൈസ് കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കഴിക്കുന്നത്. അതിമനോഹരമായിരുന്നു. മട്ടൻ്റെയും ചിക്കൻ്റെയും കഷ്ണങ്ങളെല്ലാം നല്ല വെന്ത് പുട്ടുപൊടി പോലെ ഇരിക്കുന്നതായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഹോട്ടലിൽ നല്ല തിരക്കാണ്. ഇവിടുത്തെ തിരക്കില്ലാത്ത ഒരു സമയത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. മൈസൂർ സൂവിൻ്റെ അടുത്തായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളെടുത്ത റൂമും സൂവിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. അങ്ങനെ ഞാൻ വലിച്ചു വാരി നല്ല ടേസ്റ്റോട് കൂടിയാവും പുലാവ് മുഴുവൻ കഴിച്ച് തീർത്തു. അങ്ങനെ ആവേശകരമായി ഞങ്ങൾ ആ ബിരിയാണി അല്ലെങ്കിൽ പുലാവ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്ലേറ്റിൽ 2-3 പേർക്ക് തിന്നാവുന്ന ക്വാണ്ടിറ്റിയിലാണ് ഇവരിത് നിറച്ചു തരുന്നത്. അത് കാരണം നമ്മളെ വയറ് പൊട്ടുന്നത് വരെ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഞങ്ങൾ ഇത്തിരി വൈകുന്നേര സമയത്താണ് പോയത്. ആ സമയത്തും നല്ല ചൂടുള്ള ആവി പറക്കുന്ന പുലാവ് തന്നെയാണ് ഞങ്ങൾക്ക് അവർ കൊണ്ടു തന്നത്. അപ്പോൾ വളരെ നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. നിങ്ങളും മൈസൂർ വരുവാണെങ്കിൽ ഈ റെസ്റ്റോറൻ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.